തെരഞ്ഞെടുപ്പ് പ്രചരണം ഏതാണ്ട് അവസാന റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അവസാന റൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ UDF തകർപ്പൻ വിജയം നേടുന്ന അന്തരീക്ഷമാണ് നിലവിലുള്ളത്. സമ്പൂർണമായ ആധിപത്യമാണ് UDFന് 20 നിയോജക മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നത്. ഇതുപോലെ LDFും BJPയും നിരാശരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രംഗം കാണാൻ കഴിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റ് നേടിയെങ്കിൽ ഇത്തവണ 20-20 നേടാൻ പോകുന്ന സാഹചര്യമാണ് UDFനുള്ളത്. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് തൻ്റെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സർക്കാരിനെ പറ്റി അദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ല. സർക്കാരിന്റെ നേട്ടങ്ങളെ പറ്റി മിണ്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത് ജനങ്ങളെ ഓർമ്മിപ്പിച്ചാൽ, സർക്കാരിനെ പറ്റി ഓർമ്മിപ്പിച്ചാൽ തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തൻ്റെ ഗവൺമെന്റിനെ പറ്റിയോ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ചോ ഒന്നും പറയാത്തത്. സർക്കാരെന്ന് കേട്ടാൽ ജനങ്ങൾക്ക് വാശി കൂടും എന്ന വിശ്വാസത്തിലാണ് സർക്കാരിനെ പറ്റി മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടാത്തത്. 8 വർഷമായി കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഗവൺമെന്റാണിത്. ജനങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഈ സർക്കാരിനോടുള്ളത്. അവൾ ജനവിരുദ്ധമായ അഴിമതിയിലും കൊള്ളയിലും മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി ഗവൺമെന്റിനെതിരായി ഒരവസരം കാത്തിരിക്കുകയാണ് ജനങ്ങൾ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെ നേട്ടങ്ങളെ പറ്റിയോ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ ഒന്നും വേണ്ടാത്തത്. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ ഇടതുമുന്നണിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഏതെങ്കിലും ഒരു ഭരണ നേട്ടമുണ്ടോ? ഏതെങ്കിലും ഒരു വികസന നേട്ടമുണ്ടോ? കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വൻകിട വികസന പദ്ധതി ഉണ്ടോ? ആകെ പറയാനുണ്ടായിരുന്ന കേരളയിലാണ്. ആ കേരളയിൽ കേരള ജനതയെ എങ്ങനെ ഭയവിഹുലരാക്കി എന്നതും ജനങ്ങൾ അപ്പാടെ ഇതിനെ എതിർത്തതും നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇന്ത്യ ലോക ചരിത്രത്തിൽ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ എങ്ങനെ ആ പദ്ധതിയെ എതിർക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കേരളയിൽ പദ്ധതി. ഒരു ദുസ്വപ്നം പോലെയാണ് കേരളയിൽ പദ്ധതിയെ ജനങ്ങൾ കണ്ടത്. ഇപ്പം പിന്നെ കൊണ്ടുവന്ന K-ഫോണാണ്. K-ഫോൺ എപ്പോൾ പൂട്ടുന്നു എന്ന് മാത്രം ഇനി ആലോചിച്ചാൽ മതി. വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളുടെ മുമ്പിൽ എന്തോ ഒരു മഹാകാര്യം നടക്കാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയ K-ഫോൺ ഇപ്പോഴേതാണ്ട് നിലച്ച മട്ടിലാണ്. ഇന്ന് ആ പദ്ധതിയെ സംബന്ധിച്ചുള്ള ധാരാളം വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പദ്ധതി ഒരു പൂർണ്ണ പരാജയമാകാൻ പോകുന്നു. ഇവർക്ക് ആകെ അറിയാവുന്നത് കൊലപാതകമാണ്. ഇവർക്ക് കേരള CPM അല്ല, കൊലപാതക CPM ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.